കൂടോത്രം ചെയ്യുമ്പോൾ ചെമ്പ് തകിടിൽ എഴുതുന്ന മന്ത്രമാണ് ഈ കങ്കസ്ന മങ്കസ്ന മങ്കസ്ന കങ്കസ്ന എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് എഴുതിയിട്ട് ആ സുധാകരന്റെ വീട്ടിൽ കൊണ്ടിട്ടത്. മനസ്സിലായോ? എന്തൊരവസ്ഥയാണ് നിങ്ങൾ നോക്കൂ. പഴയതിന്റെ അന്ധവിശ്വാസങ്ങളെല്ലാം തിരിച്ചു വരുന്നു. പുതിയ തലമുറ മഹാന്ധവിശ്വാസികൾ കേട്ടോ. കണ്ടിട്ടുണ്ടോ? പുതിയ തലമുറ വെറും അന്ധവിശ്വാസികൾ. എന്നാൽ അവരാണെങ്കിലോ ആധുനിക ഉപഭോഗ സംസ്കാരത്തിന്റെ സകലമാന വൃത്തികേടുകളിലും ചെന്ന് ചാടുകയും ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉപഭോഗ സംസ്കാരത്തിന്റെ ഇല്ലുമിനാട്ടികളായി മാറുക. അതുപോലെ നമ്മുടെ യുവാക്കൾ തത്വശാസ്ത്രം നഷ്ടപ്പെട്ടൊരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരികയാണ്. തത്വശാസ്ത്രം നഷ്ടപ്പെട്ട തലമുറ. ഈ തത്വശാസ്ത്രം സംഗീതത്തിലൂടെ, കവിതയിലൂടെ നമ്മുടെ ജീവിതത്തിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ആളാണ് വയലാർ. എന്താണ് നമ്മുടെ ജീവിതം? അത് വെറുതെ പാട്ടിൽ ഇങ്ങനെ വർണ്ണനകൾ നടത്തുകയല്ല. ഓരോ വർണ്ണനയ്ക്കുള്ളിലും എന്തെങ്കിലും ഒരു ദർശനം ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നതാണ് വയലാറിന്റെ പ്രത്യേകത. കാലത്തെക്കുറിച്ച് പാടുമ്പോ കാണാത്ത പൂവാടി തീർത്തു തരും, പിന്നെ അതിനുള്ളിൽ അരക്കില്ലം പണിതു തരും, അനുരാഗ ശിശുക്കളെയാ വീട്ടിൽ വളർത്തും, അല്ലെ, അവസാനം ഗർത്തത്തിൽ കൊണ്ടു ചെന്നിറക്കും, കഷ്ടം ജന്മങ്ങളീ വിധം കാലമൊരജ്ഞാത കാമുകൻ. കാലത്തെ പറ്റി പറയുമ്പോ അവിടെയൊന്നും നിർത്തുന്നില്ല. പ്രളയജലത്തിൽ ഉയർന്നു വന്ന കാലമേ. ഉപനിഷത്തിന്റെ ദർശനം എത്ര മനോഹരമായിട്ടാണ് ആ പാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രകൃതി, ഈശ്വരൻ, മനുഷ്യൻ, ഇത് മൂന്നും പരസ്പര ത്രയങ്ങളാണ്. ദൈവവിശ്വാസം എന്ന് പറയുന്ന തത്വത്തെ ഇത്രയും മനോഹരമായി വ്യാഖ്യാനിച്ചൊരു കവി വേറെയില്ല. പല കവികൾ ഒന്നിക്കിൽ ഗുരുക്കളെ നെഞ്ചത്ത്, അല്ലേ കളരിക്ക് പുറത്ത്. ഒന്നിക്ക് ദൈവമില്ലേ ഇല്ല, അല്ലെ ദൈവത്തെ പുകഴ്ത്തി സംസാരിക്കുക. ഇന്ന് ദൈവം വയലാറിന്റെ മുന്നിൽ ഒരു കഥാപാത്രമാണ്, അല്ലേ? ഒരു കഥാപാത്രമാണ്.